അതെ, അല്ല, ഞാൻ പഴയ പ്രസംഗത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ പുതിയ പ്രസംഗമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പഴയ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പുതിയ 2 പ്രസ്താവനകളാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാട്ടിയത്. അല്ല, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് ഇപ്പം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം MLA എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഇത് പടരാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യോജിച്ചു പോകേണ്ടതാണ്. കേരളം മുമ്പ് ഇതിന് മാതൃകയായിട്ടുണ്ട്. ആ മാതൃക സ്വീകരിച്ച് പോകണം എന്നാണ് അഭിപ്രായം. അല്ല, കണ്ടെയ്ൻമെന്റ് തീർച്ചയായിട്ടും ഇത് പടരാതിരിക്കാൻ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യണം. മുമ്പ് അത് ചെയ്തത് സക്സസ് ആയിരുന്നല്ലോ. അതെ, അതൊരു അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും മുമ്പ് ചെയ്തതുപോലെ കണ്ടെയ്ൻമെന്റ് സോൺ ആ നിലയിൽ തന്നെ വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ നേരിട്ട് പറയാനും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് പറയണം. അത് മാത്രമല്ല, ഇതിൽ അല്ല, അപ്പം അതെ, അല്ല, ഇനി ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി വന്ന് ഒരു യോഗം നടത്തി ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ പോകാൻ അല്ല ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ക്യാമ്പ് ചെയ്യണം. ഇവിടെ എന്തായാലും ഒരു 2-3 ദിവസമെങ്കിലും ആരോഗ്യമന്ത്രിയും ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിയും ക്യാമ്പ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഗുണമാണ്, നാടിന് ഗുണമാണ്. അല്ല, ഈ മറ്റ് വകുപ്പുകളുടെ മേലെ തട്ടിയിട്ടുകൊണ്ട് പോകാൻ മന്ത്രിമാർ തയ്യാറാണ്. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണല്ലോ. ഇത് വേറെ വകുപ്പിൻ്റെ പോരായ്മയാണ്, ആരോഗ്യ വകുപ്പിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഇത് വേറെ വകുപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കേണ്ട ഒരു സമയമല്ല ഇത്. എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. മുഖ്യമന്ത്രി ഇതിന് മുൻകൈ എടുക്കണം. 2016-ലും 2021-ലും അന്നത്തെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ആരോഗ്യ മന്ത്രിയും ബന്ധപ്പെട്ട മറ്റു മന്ത്രിമാരും ഇവിടെ ക്യാമ്പ് ചെയ്തത്. മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം. നമ്മളെല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിച്ച് പോകണം. അല്ല, അത് മുൻകൈ എടുത്ത് പോകണം. പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ഇപ്പോൾ വിവാദ പ്രസ്താവനകൾ ഇറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരും യോജിപ്പിക്കലിൻ്റെ ഏറ്റവും വലിയ ആവശ്യം സർക്കാരിനാണ്. അനാവശ്യ പ്രസ്താവനകൾ ഇറക്കാതെ പോകാൻ ശ്രദ്ധിക്കണം. തിരിച്ചു പറയാൻ അറിയാത്തവരല്ല നമ്മളൊന്നും. പക്ഷെ പറയാത്തത് ഇപ്പോൾ എല്ലാവരും യോജിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണെന്നുള്ളതുകൊണ്ടാണ്. അത് ഞാൻ ഈ കായകൽപ്പം പരിപാടി അറിഞ്ഞില്ല. അത് അറിഞ്ഞില്ലയോ